പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബഹ്റൈനിലേക്ക് നാട്ടിൽ നിന്നും പുതിയതായിട്ട് ജോബ് വിസയിൽ വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഇനി നേരത്തെ ബഹ്റൈനിലുള്ള ആളുകൾ വിസ ക്യാൻസലാക്കി രണ്ടാമത് പുതിയ വിസയിൽ ബഹ്റൈനിലേക്ക് ജോബ് വിസയിൽ വരുന്ന ആളുകൾക്കുണ്ടാവും. അവർക്കൊക്കെ എയർപോർട്ടിൽ നിന്നും ഫ്രീ ആയിട്ട് ഒരു സിം കാർഡ് ലഭിക്കും. ആ സിം കാർഡ് നിങ്ങൾക്ക് ബെറ്റൽകോ ആണെങ്കിൽ അതിൽ അടിപൊളി ഓഫറുണ്ട്. ഈ ഓഫറിനെ കുറിച്ച് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഓഫർ അവർ ഉപയോഗിക്കാറില്ല. വളരെ കുറഞ്ഞ GB-യും നല്ല ഉയർന്ന രീതിയിൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് പല ആളുകളും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ തന്നെ നമുക്ക് ഒരു LMRയുടെ ഒരു ഓഫർ നൽകുന്നുണ്ട്. എയർപോർട്ടിൽ നിന്നും പുതിയതായിട്ട് കിട്ടുന്ന സിമ്മിൽ തന്നെ LMR ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ ആ പാക്കേജ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നേരത്തെ അതായത് ഒരു 5 വർഷം 6 വർഷം പഴക്കമുള്ള സിം കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ. ഇപ്പോൾ 8 ദിനാറും 800 ഫിൽസിനും അവർ നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ഈടാക്കുമ്പോൾ 9 ദിനാർ 50 ഫിൽസാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നെങ്കിലും 8 ദിനാർ 800 ഫിൽസിനും ഉള്ള ഒരു പാക്കേജ് ഉണ്ട്. അത് എല്ലാവർക്കും ഇല്ല. പുതിയ സിം കാർഡ് എടുക്കുന്ന ആളുകൾക്കൊന്നും ആ ഓഫർ ഇപ്പോൾ ലഭിക്കുന്നതല്ല. പക്ഷേ ആ ഓഫർ ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എത്ര GB ആണെന്നൊക്കെ. അപ്പോൾ ആ ഓഫർ ഇന്ന് പുതിയതായിട്ട് വരുന്ന ഞാൻ പറഞ്ഞ ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഈ ബെറ്റൽകോയുടെ സിം കാർഡ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഓഫർ 8 ദിനാറിന് ലഭിക്കും. അതായത് 8 ദിനാറും 250 ഫിൽസിൻ്റെ റീചാർജ് ചെയ്യുമ്പോൾ 8 ദിനാറാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. അതിൽ 8 ദിനാറിൻ്റെ ഓഫറാണ് ഇപ്പോൾ ബെറ്റൽകോ നൽകുന്നത്. അതായത് ഈ നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് അതായത് 8 ദിനാർ 800 ഫിൽസിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ, അറിയാലോ. നാട്ടിലേക്ക് 600 മിനിറ്റ് ഫ്രീ കോൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ വേണ്ടി 40 GB, അല്ലാത്ത ബ്രൗസിങ്ങിനും ഡൗൺലോഡിങ്ങിനും ഒക്കെ ആയിട്ട് നമുക്ക് 15 GB, പിന്നെ ഇവിടെ ലോക്കൽ മിനിറ്റ് വിളിക്കാൻ നമുക്ക് 100 മിനിറ്റ്, അങ്ങനെയൊക്കെ തരുന്ന ഓഫറാണ് 8 ദിനാർ 800 ഫിൽസിന് ഓഫർ. അത് ഈ സെയിം ഓഫർ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ ഈ ഓഫർ 8 ദിനാറിനാണ് ഇപ്പോൾ ബെറ്റൽകോ നൽകുന്നത്. അപ്പോൾ പല ആളുകളും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സിം കാർഡിൽ വളരെ കുറഞ്ഞ GB-യും വളരെ കുറഞ്ഞ വാലിഡിറ്റിയിലുമാണ് ഈ സിം കാർഡ് അവർ ആക്റ്റീവാക്കി നൽകുന്നത്. അപ്പം ബഹ്റൈൻ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി വളരെ 1-2 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ അത് തീരും. പിന്നീട് പല ആളുകളും പല മൊബൈൽ ഷോപ്പുകളിൽ അല്ലെങ്കിൽ കോൾ സ്റ്റോറിലൊക്കെ പോയിട്ട് പുതിയ സിമ്മാണ്, അപ്പോൾ ഇതിലേതാണ് ഓഫർ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നോർമലായിട്ട് അവരെല്ലാവരും ആക്റ്റീവാക്കി കൊടുക്കുന്ന ഒരു ഓഫറാണ്. 9 ദിനാറും 750 ഫിൽസും റീചാർജ് ചെയ്തിട്ട് 9500 ഓഫർ ആക്റ്റീവാക്കി കൊടുക്കും. അതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള GB ഉള്ളൂ. ലിമിറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. അതായത് ഇതിൽ ഫ്രീ കോൾ കുറവാണ്, എല്ലാ കാര്യങ്ങളും കുറവാണ്. പക്ഷേ ലോക്കൽ മിനിറ്റ് 500 മിനിറ്റ് ഉണ്ടാവും കേട്ടോ. അവിടെ ബഹ്റൈനിൽ വിളിക്കാൻ 500 മിനിറ്റ് ഉണ്ടാവും. അതായത് പഴയ സിമ്മിലാണ് ലോക്കൽ മിനിറ്റ് 100 മിനിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ലോക്കൽ മിനിറ്റ് 9 ദിനാർ 750-ൽ 500 മിനിറ്റ് ഉണ്ട്. പക്ഷെ അതിൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമുക്ക് വേണ്ടത് ഇവിടെ ലോക്കലല്ലല്ലോ ഏറ്റവും കൂടുതൽ. നമുക്ക് ഇൻ്റർനാഷണൽ വിളിക്കാൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് GB ആണല്ലോ നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ നെറ്റ് ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് GB കൂടുതൽ വേണം. അപ്പോൾ പല ആളുകളും ഈ കോൾ സ്റ്റോറുകളിലൊക്കെ ചെല്ലുമ്പോൾ പുതിയ സിമ്മാണ്, എയർപോർട്ടിൽ നിന്ന് കിട്ടിയ സിമ്മാണെന്നൊക്കെ പറയുമ്പോൾ നേരിട്ട് ആ ഒരു ഓഫർ ചെയ്ത് കൊടുക്കും നോർമലായിട്ട്. എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ 8 ദിനാറിൻ്റെ ഓഫർ പല ആളുകൾക്കും അറിയില്ല. അതിൻ്റെ കോഡ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഓഫർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഡയൽ ചെയ്യുക *888#. ഇത്രയും ഡയൽ ചെയ്തതിന് ശേഷം ഒന്ന് കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഓണായി വരും കേട്ടോ. അപ്പോൾ അത് ഓണായി വരുമ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണിക്കുന്നത് ചൂസ് ഓപ്ഷനുകളുണ്ട്. ബാലൻസ് ആൻഡ് യൂസേജ്, റിന്യൂവൽ, എക്സ്ചേഞ്ച്, ഇങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് കൂടി കൊടുക്കാം. ഇവിടെ ഒരു 6 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാലൻസ് ചെക്ക് അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണിക്കുന്ന മൈ സ്പെഷ്യൽ ഓഫർ എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ നമ്പർ 3 ആണ്. അപ്പോൾ ആ 3 എന്നുള്ളത് ഇവിടെ താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ കാണാൻ സെൻഡ് എന്ന് കണ്ടല്ലോ, സെൻഡ് എന്ന് കാണാമല്ലോ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് വരും. ഇതിവിടെ നിങ്ങളോട് പറയുന്നത് LMR ഓഫർ 8 വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ 8 ദിനാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 8 ദിനാർ നിങ്ങളുടെ ഫോണിൽ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ 8 ദിനാർ 250 ഫിൽസിന് റീചാർജ് ചെയ്യണം. അപ്പോൾ ഈ റീചാർജ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ 8,250 റീചാർജ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓപ്പൺ ആക്കി വരിക. പിന്നെ ഇവിടെ LMR ഓഫർ BD8 വോൾട്ട് എന്നുള്ളതിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ അവിടെ 1 എന്ന് നൽകിയതിന് ശേഷം സെൻഡ് നൽകുക. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് LMR ഓഫർ 8 വോൾട്ട്, അതിന് തൊട്ട് താഴെ 0 മെയിൻ മെനു ബൈ 1 എന്ന് കാണുന്നില്ല. അപ്പോൾ നമുക്കിത് ബൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ ബൈ എന്നുള്ളടത്ത് 1 നൽകിയതിന് ശേഷം സെൻഡ് നൽകുക. അപ്പോൾ സെൻഡ് നൽകി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് അവരിലേക്ക് പോകും. അപ്പോൾ തന്നെ തിരിച്ച് നിങ്ങൾക്കൊരു
ഒരു ഒരു 10-20 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരും. അതിനുശേഷം നിങ്ങൾ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പൈസ അവർ എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം 8BD അവർ നിങ്ങളെ അക്കൗണ്ടിൽ നിന്നും റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റ നമ്മൾ എപ്പോഴും ഓഫാക്കി വെക്കണം കേട്ടോ. മൊബൈൽ ഡാറ്റ ഓഫാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റീചാർജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ ഡാറ്റ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ യൂസിങ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 8BD നമ്മളെ ഫോണിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ അവർ എടുത്തു പോകും. പിന്നെ നമുക്കത് റീഫണ്ട് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, എപ്പോഴും റീചാർജ് ചെയ്യുമ്പോൾ ഡാറ്റ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതായത് ഇന്ത്യക്ക് 600 മിനിറ്റ്, ഇവിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ 40 GB, അതോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ള ബ്രൗസിംഗ് ഇതൊക്കെ ആയിട്ട് 15 GB. എങ്ങനെയായാലും നോർമൽ യൂസിങ് ആണെങ്കിൽ GB ബാക്കി വരികയുള്ളൂ. അധികം നമുക്ക് പൈസ ചിലവാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, എക്സ്ട്രാ GB പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യങ്ങളൊന്നും ഈ ഓഫർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാറില്ല സാധാരണ. എന്നാലും ഈ ടിക്ടോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല GB ആണ്. ഈ ടിക്ടോക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ടിക്ടോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തരുന്ന 15 GB നിന്നാണ് അവർ പിന്നെ അത് എടുക്കുന്നത്. അല്ലാതെ 40 GB സോഷ്യൽ മീഡിയയിൽ ആ ഒരു ടിക്ടോക്കിനെ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട്. കാരണം ഇത് ടിക്ടോക്ക് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് GB പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇനി നമുക്ക് നമ്മുടെ എത്രയാണ് ബാലൻസ്, എത്ര GB, ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയൽ ചെയ്യുക. നേരത്തെ ഡയൽ ചെയ്ത പോലെ തന്നെ *888# എന്നതിന് ശേഷം ഒന്ന് കോൾ ചെയ്യട്ടോ. എന്നിട്ട് ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അത് ഒന്ന് റണ്ണിങ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ വരും. നേരത്തെ വന്ന അതേ ഓപ്ഷൻ തന്നെ ബാലൻസ് ആൻഡ് യൂസേജ്, റിന്യൂവൽ എക്സ്ചേഞ്ച് പാക്ക്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൽ ബാലൻസ് ആൻഡ് യൂസേജ് എന്നുള്ളതിന് നമ്പർ 1 ആണ്. അപ്പോൾ അത് 1 നൽകിയിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ വരും. പക്ഷേ അതിന് മുമ്പ് മറ്റു കാര്യം പറയുന്നത് അതിൻ്റെ തൊട്ടതായ 2 റിന്യൂവൽ എക്സ്ചേഞ്ച് പാക്കേജ്. അതായത് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ഓഫർ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റീചാർജ് ചെയ്യണ്ടോ. പല ആളുകളും ഇങ്ങനെ റീചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് ഈ ഓഫർ പല ആളുകൾക്കും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓഫർ തീർന്ന ഉടനെ തന്നെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നെ റീചാർജ് ചെയ്ത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവർ റിന്യൂ ചെയ്തോളും. അപ്പം ശ്രദ്ധിക്കണം, ആ 8 ദിനാറിന് ₹1 കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആവില്ല. അപ്പോൾ അത് റിന്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പൈസ അതിൽ ഉണ്ടായിരിക്കണം, എന്നാലും മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് പാക്കേജിൽ നിന്നാണ് 2 കൊടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഓഫർ ആക്റ്റീവ് ആക്കുന്ന കേട്ടോ. പിന്നെ രണ്ടാമത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ സ്പെഷ്യൽ ഓഫറിൽ പോയിട്ട് LMR അങ്ങനെ ഒന്നും എടുത്ത് ആക്റ്റീവ് ആക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ബാലൻസ് ആൻഡ് യൂസേജ്. അപ്പോൾ അതിൽ നമ്മൾ 1 നൽകിയതിന് ശേഷം സെൻഡ് കൊടുക്കുക കേട്ടോ. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് യുവർ നമ്പർ എന്നുള്ളതിന് 1 നൽകുക. അപ്പോൾ 1 നൽകിയിട്ട് വീണ്ടും സെൻഡ് എന്ന് കൊടുക്കുക. അപ്പോൾ മെസ്സേജ് വരുന്നത് കാണാം, ഒരു പോപ്പ് മെസ്സേജാണ്. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ബാലൻസ് എത്ര കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ഈ ഒരു റെസീവ് SMS ഷോർട്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഈ SMS വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ SMS വളരെ പെട്ടെന്ന് വരും. ആ മെസ്സേജിലുണ്ടാവും എല്ലാ കാര്യങ്ങളും, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ GB കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഏറ്റവും മുകളിൽ കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലെ മെയിൻ ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെ കാണിക്കുന്നത് നമ്മുടെ സിം കാർഡിൻ്റെ ടോട്ടലി വാലിഡിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഓഫർ കാണിക്കുന്നത്. BD 8.8 എന്നാണ് എൻ്റെ കാണിക്കുന്നത്. അതായത് LMR ഓഫറുള്ള ആ ആളുകൾക്കാണെങ്കിൽ അതിൽ 8BD എന്നാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൽ എലിജിബിൾ നോർമൽ 24 GB, അതാണ് ഞാൻ നേരത്തെ 15 GB ആണ് കേട്ടോ പറഞ്ഞത്. 15 24 ആയിരുന്നു. ഇത് നേരത്തെ 15 ആയിരുന്നു, ഇപ്പോൾ അവർ 24 ആക്കി വർദ്ധിപ്പിച്ചതാണ്. 9 GB കൂടി അധികം തന്നിട്ടുണ്ട്. അതായത് ഈ 24 GB അതിൻ്റെ തൊട്ട് റിമൈനിങ് നോർമൽ 24 GB എന്ന് കാണിക്കുന്നു. അതായത് നമ്മൾ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ അവർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് GB ആണ് റിമൈനിങ് 24 GB എന്നുള്ളടത്ത് കാണിക്കട്ടോ. അതിങ്ങനെ കുറഞ്ഞ് വരും, അവിടെ കാണിക്കട്ടെ എത്ര GB നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ 24 നിന്നും. അപ്പോൾ അതൊക്കെ അവിടെ കാണാൻ കഴിയും. അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഗൂഗിളിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ഇങ്ങനെയുള്ള മറ്റുള്ള ഡൗൺലോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അതിന് നമുക്ക് ഡിഡക്റ്റ് ആവട്ടെ GB. അപ്പോൾ ഗൈസ് ഇന്നാണ് എൻ്റെ ഇത് റിന്യൂ ആയത്. അതിന് ശേഷം ഞാൻ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഫുൾ 24 GB തന്നെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടതായ എലിജിബിൾ സോഷ്യൽ മീഡിയ കണ്ടല്ലോ, അതിൽ 35 GB കേട്ടോ. ഈ 35 GB എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ തൊട്ട് താഴെ റിമൈനിങ് സോഷ്യൽ മീഡിയ 33.77 GB എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം ഞാൻ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ്. സോഷ്യൽ മീഡിയ ഒക്കെ തരുന്നത് നമുക്ക് 35 GB ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ചെറിയ തിരുത്തി, ഞാൻ നേരത്തെ 40 GB ആണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ 40 അല്ല 35 ആണ്.
അപ്പോൾ ഗൈസ് ഈ 35 GB നിന്ന് 33.77 ആണ് എനിക്ക് ബാലൻസ് ഉള്ളത്. പിന്നെ റിമൈനിങ് മിനിറ്റ്സ് 79 മിനിറ്റ്സ്, അത് ബഹ്റൈനിൽ ലോക്കൽ വിളിക്കാനുള്ള മിനിറ്റ്സ് ആണ്. 79 മിനിറ്റ്, അത് എനിക്ക് ഇവിടെ 100 മിനിറ്റ് എന്നായിരുന്നു, അതിപ്പോൾ 79 ആയി. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ റിമൈനിങ് BD 4.791, അതായത് ഇന്ത്യയിലേക്ക് വിളിക്കാനുള്ള 600 മിനിറ്റിൻ്റെ ക്യാഷാണ് കേട്ടോ ഇത്രയും പൈസ എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് നമുക്ക് 600 മിനിറ്റ് വിളിക്കാനുള്ള ഇതുണ്ട്. ഇനി ഈ 600 മിനിറ്റ് എന്നുള്ളത് ഇന്ത്യയിലേക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് മറ്റുള്ള ഏത് ബംഗ്ലാദേശിക്കാണെങ്കിൽ 360 മിനിറ്റ്, ഇനി സൗദി, ദുബായ് ഇങ്ങോട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ ആ മിനിറ്റിൻ്റെ ഇത് കുറയും കേട്ടോ. അതായത് ഈ 600 മിനിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സൗദിക്കൊക്കെ തരിക കേട്ടോ. സൗദിക്ക് വിളിക്കുമ്പോൾ നമുക്ക് 600 മിനിറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. അതായത് ഒരു അരമണിക്കൂറെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നമ്മൾ സൗദിയിലേക്ക് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ 4.791 എന്നുള്ളത് അവിടെ 0 ആയിരിക്കും കേട്ടോ. പിന്നെ ഇന്ത്യയിലേക്ക് വേറെ മിനിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും മിനിറ്റുകൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ ഈ ഓഫറിൻ്റെ വാലിഡിറ്റി ഡേറ്റ് ആണ് എക്സ്പയറി ഡേറ്റ് എന്നുള്ളത് തൊട്ട് താഴെ കാണിക്കുന്നത്. അഡീഷണൽ ഡാറ്റ എലിജിബിൾ 10 GB. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ലഭിക്കൂല കേട്ടോ. ചില കസ്റ്റമർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. എന്നാൽ എല്ലാവർക്കും എപ്പോഴും ലഭിക്കാത്ത ഒരു ഓഫറുമാണ് കേട്ടോ ഇത്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ 8 ദിനാറിന് മുകളിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലക്കി ആണെങ്കിൽ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ലക്കി കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ 10 GB എക്സ്ട്രാ കിട്ടും. അതായത് 8 ദിനാർ റീചാർജ് ചെയ്യുമ്പോൾ, 8 ദിനാറിന് മുകളിൽ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 GB നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് ഈ സംഭവം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ഇനി ലഭിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ബെറ്റൽകോയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ. ഈ ബെറ്റൽകോയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് ചെയ്ത കസ്റ്റമർക്ക് മാത്രമേ ഈ ഓഫർ ലഭ്യമാവുള്ളൂ കേട്ടോ. അത് ചെയ്ത കസ്റ്റമർ റീചാർജ് ചെയ്യുമ്പോൾ മാത്രമുണ്ട്. അത് ഇനി ഡൗൺലോഡ് ചെയ്തെന്ന് കരുതി എല്ലാവർക്കും കിട്ടിക്കണമെന്നില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ എനിക്ക് അഡീഷണൽ ആയിട്ട് 10 GB ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് വേറെ കാര്യം. പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊരു മാസത്തെ ഡേറ്റ് ആണ് അതിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അതായത് ബെറ്റൽകോ സിം കാർഡ് ഉള്ളവർ ഇനി കുറച്ച് ദിവസം നേരത്തെ വന്നതാണെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. *888# ഒന്ന് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഓഫർ ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫറിലേക്ക് അടുത്ത പ്രാവശ്യം റീചാർജ് ചെയ്യുമ്പോൾ ആ ഓഫറിലേക്ക് മാറാൻ നിങ്ങൾക്ക് സാധിക്കും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഗൈസ്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷനും വീഡിയോകൾ ലഭിക്കാൻ ലാംബിടെക് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.